ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിത്ത ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു റെസിപ്പിയാണ്. മീൻസ് ഓൾറെഡി നമ്മൾ പിത്ത ബ്രെഡ് വാങ്ങിയിട്ടുള്ളത്, വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പാർസ്ലി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്, കഴിക്കാൻ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ള ഈ ഗ്രീൻ ലീവ്സ് ആണല്ലോ. അപ്പോൾ അത് കഴിക്കാൻ നല്ലതാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് മറ്റൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം. അപ്പോൾ ഗാർലിക്ക് ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാർസ്ലി നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാർസലി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഗാർലിക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശരിക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാൻ ബട്ടർ അവോയ്ഡ് ചെയ്തിട്ട് ഒലിവ് ഓയിലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിലാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ആ റൊട്ടിയിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതാ ഈ പിത്ത ബ്രെഡ് എടുത്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നമ്മൾ ഇത് തേച്ച് കൊടുക്കണക്കാട്ടി കുറച്ചും കൂടെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പോക്കറ്റ് പോലെ അത് ഓപ്പൺ ആക്കി ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഫില്ലിങ്, പാർസലിയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ പുറഭാഗം മാത്രം നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നപ്പോൾ തന്നെ നമ്മൾ ലോങ് ബ്രെഡ് ആയാലും സാധാരണ നോർമൽ ബ്രെഡിലായാലും ഒക്കെ ഇങ്ങനെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിത്ത ബ്രെഡ് എടുത്തു തന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഈ റൊട്ടി ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് രണ്ട് വശം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ബട്ടർ ചേർക്കണേ കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ഞാൻ അതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് തന്നുള്ളൂ. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒരു സ്വല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇതെന്ന് പറയുക അയേണ്ട ഒരു തവ ആയതുകൊണ്ട് അത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ പിത്ത ബ്രെഡ് ഉണ്ടല്ലോ, അത് രണ്ട് വശം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് മറ്റേ വശം കൂടെ മറിച്ച് ഒന്നുകൂടെ ആ വശം കൂടെ ചൂടാക്കിയെടുക്കാം. കൂടുതൽ സമയമൊന്നും ഉണ്ടാക്കാൻ ഇത് വളരെ സിമ്പിളല്ലേ, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ബട്ടർ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റും. കുറച്ചും കൂടെ കുട്ടികൾക്ക് ബട്ടർ തന്നെയാണ് നല്ലത്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ കഴിക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ പാർസലിയും കൂടെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ കുറച്ചൊരു ഭംഗിയും കൂടി ഉണ്ടാവുമല്ലോ, അതിനാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളുമായി അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വ്ളോഗുമായിട്ട് ഞാൻ വരുന്ന അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ടേക്ക് കെയർ, ബൈ.